എന്താകും, എങ്ങനെയാകും സാധ്യതാ ലൈനപ്പ് എന്നൊക്കെ അറിയാനും ഫുട്ബോൾ പ്രേമികൾക്കപ്പുറം ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും മാറ്റമുണ്ടോ എന്നാണ് മെസ്സി ഏതായാലും ഫസ്റ്റ് 11 തന്നെ ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിനേഷ് കുഞ്ഞിരാമനും ജയേഷ് പൂക്കോട്ടൂരും ഉണ്ട്. എന്താണ് സ്ട്രാറ്റജികൾ? 2 തന്ത്രജ്ഞരുടെ മത്സരം കൂടിയാണ് അല്ലേ? ഉറപ്പായും 2 തന്ത്രജ്ഞരുടെ മത്സരം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി നല്ല ഫുട്ബോൾ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിസിക്കൽ ഗെയിമിനപ്പുറത്തേക്കുള്ള സൗന്ദര്യാത്മക ഫുട്ബോൾ കുറച്ചുകൂടി കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, സ്പെയിൻ്റെ കാര്യം ഏതായാലും ജേഷു പറയുകയാണ്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒരു ടഫ് ഒപ്പോണൻസ് ആയിരുന്നു. കുറച്ചുകൂടി ഫിസിക്കൽ ഗെയിം അറിയാവുന്ന സംഘമായിരുന്നു. അപ്പോൾ അവിടെ ആദ്യ ലെവലിൽ സിമിയോണിയെ കൊണ്ടുവരുന്നു. ഞങ്ങൾക്കും ഉണ്ടട ആള് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ സിമിയോണിയെ ഇടിച്ചു നിൽക്കാൻ ഒരാൾ എന്നുള്ള രീതിയിൽ സിമിയോണിയെ കൊണ്ടുവന്നിരുന്നു. ഡീപ്പോൾ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രിയത്തെ മത്സരത്തിൽ കലാശപ്പോരിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത്, സെമിഫൈനൽ ലൈനപ്പിൽ നിന്ന് മാറ്റം പ്രതീക്ഷിക്കുന്നത് ഡീപ്പോൾ ആദ്യ ലെവലിൽ തിരിച്ചെത്താനുള്ള സാധ്യത തന്നെയാണ്. സിമിയോണിക്ക് പകരം ഡീപ്പോൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റ് ടീമിൽ അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ മത്സരങ്ങളിലൊക്കെ ലൗതാരോ മാർട്ടിനസ് ആയിരുന്നു സ്ട്രൈക്കറായി വന്നിരുന്നത് എങ്കിൽ പിന്നീട് അത് അൽവരസ് ആയിരുന്നു, ഹൂലിയൻ അൽവരസ് ആയിരുന്നു. അത് തന്നെ അൽവരസ് തന്നെ തുടരും. ലയണൽ മെസ്സി കുറച്ചുകൂടി ഇറങ്ങി കളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടീമിൽ മാറ്റങ്ങൾ, ഒന്ന് പാരഡൈസ് ആദ്യ മത്സരമൊന്നും സ്റ്റാർട്ടർ ആയിരുന്നില്ല, പിന്നീട് സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്ന പാരഡൈസിനെ കണ്ടു. പിന്നീട് മൊളീന, റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, താലിയാഫിക്കോ എന്നിവർ ഡിഫൻസിൽ വരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി പാരഡൈസ് വരുന്നു. മിഡ്ഫീൽഡിൽ ഡീപ്പോളും എൻസോയും അവരുടെ ത്രിമൂർത്തികൾ എന്നുള്ള രീതിയിൽ തന്നെ എൻസോ, ഡീപ്പോൾ, മക്കലിസ്റ്റർ വരുന്നു. സ്ട്രൈക്കറായി അൽവരസ് വരുന്നു. മെസ്സി ഏത് റോളിലും വേണ്ടി കളിക്കാൻ പാകത്തിലേക്കും വരികയാണ്. ഇനിയിപ്പോൾ സ്പെയിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? സ്പെയിന് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റമൊന്നും ഉണ്ടാകില്ല. 4-2-3-1 എന്നുള്ളൊരു ഫോർമേഷനിൽ തന്നെ ആയിരിക്കും കളിക്കുക. എല്ലാവരും ലമീൻ യമാലിനെ പറയുമ്പോൾ ഞാൻ മാർക്കിടുന്നത് റോഡ്രിയാണ്. അതായത് സ്പെയിൻ ഒരു 90 മിനിറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ ഒരു മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്നൊക്കെ പറയാവുന്ന ഒരു താരം തന്നെയാണ് റോഡ്രിയാണ് അവിടുത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് സ്പാനിഷ് ടീമിൻ്റെ. അതിൽ നമുക്കറിയാം സ്പെയിൻ്റെ ഉനായ് സൈമൺ ആകെ ഒരു ഗോൾ മാത്രമാണ് ഈ ലോകകപ്പിൽ വഴങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ നേടിയതിൻ്റെ റെക്കോർഡുകൾ ഉനായ് സൈമൻ്റെ പേരിലുണ്ട്. ഒപ്പം തന്നെ കുബാർസിയും ലപ്പോർട്ടയും അടങ്ങുന്ന സെൻട്രൽ ഡിഫൻസ്, അത് തന്നെയാണ് സ്പെയിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. മിഡിലേക്ക് പോകുന്നതിനേക്കാളേറെ ഒരു ഗോൾ മാത്രമാണ്, അതായത് ബെൽജിയത്തിനെതിരെ മത്സരത്തിന് നേടിയ ഒറ്റ ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ 2 വിങ് ബാക്കുകൾ, കുക്കുറേലയും ഒപ്പം തന്നെ പെഡ്രോ പോറയും കൃത്യമായി എതിർ ഡിഫൻസിൻ്റെ എതിർ ആക്രമണത്തിൻ്റെ മുനയൊടിക്കുന്നു എന്ന് മാത്രമല്ല കൃത്യമായി അറ്റാക്ക് നയിക്കുന്നു. അതായത് യമാലിനെയൊക്കെ പെഡ്രോ പോറോ ഡയറക്റ്റ് ഓടുമ്പോൾ കുക്കുറയുടെ ദിശ ഭയങ്കര രസമാണ്. കുക്കുറയ വളരെ വൈഡായിട്ടെല്ലാം വിങ്ങുകൾ മാത്രമല്ല, അദ്ദേഹം മിഡിലേക്ക് പന്തെത്തുന്നു, ഫൈനൽ തേർഡിലേക്ക് ഓടിയെത്തുന്നു. അത്തരത്തിൽ വൈവിധ്യമുള്ള ഓട്ടക്കാരനാണ്. നല്ല വർക്കറ്റുള്ള പ്ലെയർ തന്നെയാണ് കുക്കുറേല. അത് തന്നെയാണ് ഒരു ഡിഫറൻസ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡ്രിയും ഫാബിയൻ റൂയിസും സാക്ഷാൽ പെഡ്രിയെ ഫസ്റ്റ് ലെവലിൽ നിന്ന് മാറ്റാൻ ലാഫിയോവിൻ്റെ ധൈര്യം കാണിച്ചത് ഫാബിയൻ റൂയിസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡർട്ടി ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലെയർ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അത് ഫാബിയൻ റൂയിസ് കൃത്യമായിട്ട് ആ റോള് കൃത്യമായിട്ട് ഏറ്റെടുക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ യമാലും ഡാനി ഓൽമോയും അലക്സ് ബയേനയും ചേർന്നുള്ള ഒരു മിഡ്ഫീൽഡ്, 2 വിങ്ങർമാർ, പ്രത്യേകിച്ച് ബയേന വലിയ രീതിയിൽ തന്നെ നല്ല വർക്ക് റേറ്റോടെയാണ് കളിക്കുന്നത്. ഒയർ സബാൽ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. അത് തന്നെയാണ് അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ല എന്നുള്ളതായിരുന്നു എല്ലാവരും വലിയ കുറ്റമായി. അപ്പോഴും 2010 അവർ ലോകകപ്പ് നേടിയത്. അന്ന് നേടിയത് 8 ഗോളുകൾ മാത്രമാണ്. ഇതിനോടകം 13 ഗോളുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 5 ഗോളുകൾ അതിൽ ഒയർ സബാൽ നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. ലമീൻ യമാലിലേക്ക് വരുമ്പോൾ വലിയ ഗോളുകളോ അസിസ്റ്റുകളോ അദ്ദേഹത്തിന് വലിയ നമ്പർ ഓഫ് യമാലിന്റെ പേരിലില്ല. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട്. കൃത്യമായി എതിർ ഡിഫൻഡേഴ്സിനെ, എതിർ വിങ്ങേഴ്സിനെ ഡ്രാഗ് ചെയ്ത് വലിച്ച് അവിടെ ഒരു സ്പേസ് ഒയർസബാലിന് ഉണ്ടാക്കി കൊടുക്കാൻ ലമീൻ യമാലിന് കഴിയുന്നു. അത് തന്നെയാണ് ലാഫിയോയുടെ ഏറ്റവും വലിയ വിശ്വാസവും കരുത്തും ധൈര്യവും. ഇനിയിപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് വിങ് ബാക്കുകളുടെ കാര്യത്തിലാണ്. ഒന്ന്, നൗഹൽ മൊളീന അത്ര നല്ല ഫോമിലാണ് ഈ ടൂർണമെന്റിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിയാണ്, പന്തുമായി മുന്നോട്ട് കയറി പോകുന്നുണ്ട്, അതേ വേഗത്തിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മൊളീനയുടെ ഒരു പ്രശ്നമായി ഉള്ളത്. ഇതേ പ്രശ്നമാണ് താലിയാഫിക്കോയ്ക്കുള്ളത്. താലിയാഫിക്കോയും പന്തുമായി പക്ഷെ അത്ര വേഗത്തിലല്ല പോകുന്നത്, അതുപോലെ തന്നെ ഇറങ്ങുന്നില്ല. ഈ ഡിഫൻസിലാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ താലിയാഫിക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് അർജന്റീനയുടെ ഇടതു വിങ്ങും സ്പെയിനിന്റെ വലത് വിങ്ങും ഇവിടെ വരാൻ പോകുന്നത് ഒന്ന് പെഡ്രോ പോറോയും യമാലുമാണ്. പോറോ തന്നെ ഈ ലോകകപ്പിൽ 2 ഗോൾ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ പോറോയും യമാലും അതിവേഗം നീങ്ങി വരുമ്പോൾ ഇവിടെയുള്ളത് താലിയാഫിക്കോയും മക്കലിസ്റ്ററുമാണ്. അപ്പോൾ കുറച്ചുകൂടി എൻസോയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോർവേഡ് കളിക്കുന്ന ആൽവാരസിന്റെയോ അല്ലെങ്കിൽ പാരഡൈസിന്റെയോ ഒക്കെ സഹായം ഈ ഭാഗത്തേക്ക് വേണ്ടി വരും. ഇല്ല എങ്കിൽ വിങ്ങുകളുടെ ആക്രമണം കുറച്ച് കഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് കുക്കുറയുടെ കാര്യം വരുമ്പോൾ. അതിൽ തന്നെ പെഡ്രോ പോറോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. ലമീൻ യമാലിനെ ഫ്രാൻസ് ഒരു ഘട്ടത്തിൽ കൂട്ടാൻ വേണ്ടി നിന്ന സമയത്ത് പെഡ്രോ പോറോയും ഡാനിയൽ മോയും ചേർന്നാണ് 1-2 കളിച്ചു പോകുന്നത് ആ നിർണായകമായ ഗോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ
കട്ട് ബാക്ക് ചെയ്ത് കയറാനും കൃത്യമായി വിങ്ങിലൂടെ നന്നായിട്ട് കയറാനും പൊസിഷൻ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനും കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് പെഡ്രോ പോറോ എന്ന് പറയുന്നത്. ഈ അർജന്റീന കുറച്ചുകൂടി മധ്യനിര കേന്ദ്രീകരിച്ചുള്ള കളിക്ക് തന്നെയായിരിക്കും മുതിരുക. കാരണം അതിവേഗ വിങ്ങർമാർ അവർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. യമാലിനെ എങ്ങനെയായിരിക്കും പൂട്ടുക? യമാലിനെ പൂട്ടാൻ ഇപ്പോൾ സാധ്യതയുള്ളൊന്ന് പാരഡൈസ് കുറച്ചുകൂടി ഇറങ്ങി വരും എന്നുള്ളതാണ്. താലിയാഫിക്കോ ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ പൂട്ടാൻ കഴിയില്ല. മാത്രമല്ല പെഡ്രോ പോറോയുടെ മുന്നേറ്റം കൂടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മക്കലിസ്റ്ററുടെ സാന്നിധ്യമുണ്ട്, താലിയാഫിക്കോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ പാരഡൈസിന് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഡിഫൻസിലേക്ക് ഇറങ്ങി സഹായിക്കാൻ ഒരു ചുമതലയുണ്ടാകും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. പാരഡൈസിന്റെ ചുമതല എന്ന് പറയുന്നത് മധ്യനിരയിൽ നിന്ന് ഡാനിയോൽമോ അല്ലെങ്കിൽ ഒയർസബാലിനെ പിടിക്കുക എന്നുള്ളതാണ് പാരഡൈസിൻ്റെ ഒരു പ്രശ്നം. കഴിഞ്ഞ മത്സരത്തിനിടയിൽ പാരഡൈസ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നല്ലോ പരിശീലകനോട്, എനിക്ക് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് മധ്യനിരയാണ്, അവിടെ സെൻട്രൽ നിൽക്കുക എന്നുള്ളതാണ്, എനിക്ക് വലത്തേക്ക് മാറേണ്ടി വരുന്നു, എനിക്ക് ഒരാളെ കൂടെ ഇവിടെ വേണം. അങ്ങനെയായിരുന്നു ഒറ്റാവേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 സെൻട്രൽ ഡിഫൻഡേഴ്സിനെ ഇറക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇവരുടെ അറ്റാക്കുകളെ തടുക്കുക എന്ന് പറയുന്നത്, സ്പാനിഷ് അറ്റാക്കുകൾ എന്ന് പറയുന്നത് തടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നല്ലൊരു ഫിനിഷറുടെ അഭാവം ഉണ്ടായിട്ട് പോലും അവർ ഇതിനോടകം 13 ഗോളുകൾ നേടിയ ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ തടുക്കുക എളുപ്പമല്ല. ഇനിയിപ്പോൾ ഈ 3 സെൻട്രൽ ബാക്കുകൾ വന്ന് കളിക്കുക എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ സിമിയോണി അല്ലെങ്കിൽ നിക്കോ ഗോൺസാലസ് ഒക്കെ ആദ്യ ലെവലിൽ വരും. കാരണം മാറ്റാലോ. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമും ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയ ടീമും ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്.